പേഷ്യൻറ്റിൻ്റെ ചോദ്യങ്ങളെന്നുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് നമ്മൾ യൂഷ്വലി എൻ്റെ അടുത്ത് പേഷ്യൻറ്റ് വരുമ്പോൾ അവർക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ എങ്ങനെ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ ആ ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റാണ് വരുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരു ബേസിക് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണം. അപ്പം പലർക്കും അറിയില്ല. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻറ്റ് അല്ലെ ക്യാൻസർ പേഷ്യൻറ്റ് അവരുടെ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത്? എൻ്റെ അച്ഛനുണ്ടോ അല്ലെ ഫാമിലിയിലുള്ള അതുകൊണ്ടാണോ? അപ്പം എനിക്കിനി ഇതിൽ നിന്ന് മാറാൻ പറ്റില്ലേ? ആ ഒരു എന്താ യൂഷ്വലി വരുന്നത്. പക്ഷേ എല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എന്ത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്താൽ എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റും? അത് ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെരി സിമ്പിളായി. അവരതിന് വില്ലിങ്ങും കൂടെ ആയാൽ ഏത് കൊച്ചു കാര്യത്തിനാണെങ്കിലും ഏത് വലിയ കാര്യത്തിനാണെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ സൊല്യൂഷൻ ഉണ്ടാവും. അത് കണ്ടുപിടിക്കാനായിട്ട് എന്തുകൊണ്ടും നമ്മൾ ജസ്റ്റ് നോക്കി ആളെ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ എല്ലാം പറ്റിയെന്നിരിക്കുകയില്ല. ആളെ കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ആളെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഇയാളുടെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാകാം, അല്ലെ ലിവറിന് പ്രോബ്ലം ഉണ്ടാകാം, അല്ലെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകാം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവരുടെ ഒരു സ്കിൻ ടെക്സ്ചറും സ്കിന്നിൻ്റെ കളർ ചേഞ്ചും ഒക്കെ കാണുമ്പോൾ തന്നെ അവരുടെ ഹോർമോൺസിന് വ്യത്യാസം ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്നും നമ്മുടെ ഊഹം വെച്ചിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ചെയ്യണം. അപ്പം അത് നമ്മൾ കുറച്ച് നന്നായിട്ട് നമ്മുടെ ബോഡിയെ മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ടെസ്റ്റുകൾ ചെയ്ത് അതിന് ആ രീതിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ടൊരു ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. അവർ നമ്മളുടെ എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. മോഡേൺ മെഡിസിൻ അല്ലേ, സയൻറ്റിഫിക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡയറക്ഷൻ കൊടുത്ത് അത് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ഒരു വീക്ക് തന്നെ നോക്കും. അപ്പം നമുക്കത് കാണാം. വളരെ ഓരോ ആഴ്ചയും അവർക്ക് വരുന്ന സിംറ്റമാറ്റിക് റിലീഫും പേഷ്യൻറ്റിനെ കാണാൻ പറ്റണം. അതുപോലെ ബ്ലഡ് ടെസ്റ്റിൽ വരുന്ന റിലീഫും കാണാൻ പറ്റണം. ഇനിഷ്യൽ സ്റ്റേജിൽ വീക്ക്ലി നോക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി നോക്കുക. അതായത് ആ ഇനിഷ്യൽ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞ് പേഷ്യൻറ്റ് സെറ്റിൽ ആയി കഴിഞ്ഞ് പിന്നെ മന്ത്ലി ഫോളോ അപ്പ് ചെയ്ത് എവറിത്തിങ് എല്ലാ ബ്ലഡ് പാരാമീറ്റേഴ്സും കറക്റ്റ് ചെയ്യിപ്പിക്കാൻ എല്ലാം പറ്റണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് ഒക്കെ എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. അപ്പം അതൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് നമ്മളൊരു ബോഡിയെ തന്നെയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ബോഡിയുടെ സെൽഫ് ഹീലിംഗ് പവറിനെയാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കൂടെ ഉപയോഗിച്ച് നമ്മൾ രോഗമുക്തിക്ക് വേണ്ടിയിട്ട് ഉള്ള പേഷ്യൻറ്റിനെ ആണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.